ഒന്നര മാസമായി കിണറ്റിൽ കുടുങ്ങിയ കാട്ടുപന്നിയെ വെടിവെക്കാൻ ആളില്ലെന്ന് പഞ്ചായത്ത്. പത്തനംതിട്ട കലഞ്ഞൂരിലാണ് സംഭവം. ജീവനുള്ളതിനാൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. നന്ദുഷായുടെ റിപ്പോർട്ടാണ്. പത്തനംതിട്ട കലഞ്ഞൂർ കാരക്കാക്കുഴിയിലെ അതിദാരുണമായൊരു സംഭവമാണ് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇവിടെ ഒരു കാട്ടുപന്നി ഉപയോഗശൂന്യമായ ഒരു കിണറ്റിനുള്ളിൽ പെട്ടുകിടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 മാസത്തോളമായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഭക്ഷണം ഉൾപ്പെടെ ഉള്ളത് നാട്ടുകാർ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ കിണറ്റിനുള്ളിൽ ഇത്രയധികം നാൾ ഈ കാട്ടുപന്നിക്ക് കഴിയാൻ സാധിച്ചത്. ഫോറസ്റ്റിലും പഞ്ചായത്തിലും വിവരം അറിയിച്ചിട്ടും ഇതുവരെ ആരും ഈ കാട്ടുപന്നിയെ രക്ഷിക്കാനോ ഈ കിണറ്റിൽ നിന്ന് എടുത്തു മാറ്റാനോ ഒന്നും തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ കാട്ടുപന്നിക്ക് സ്ഥിരമായി ഭക്ഷണം കൊടുക്കുന്നത് ഇതിനടുത്ത് തന്നെയുള്ള പ്രദേശവാസിയായിട്ടുള്ള ഈ ചേച്ചിയാണ്. ചേച്ചി പേരെന്താ? ബിന്ദു. ഇത് എങ്ങനെയാണ് സംഭവം ഉണ്ടായെന്ന്? ഒരു ദിവസം വൈകുന്നേരം കുറേ കൂട്ടമായിട്ട് ഓടി വന്ന ഒരെണ്ണം ഇവിടെ പൊട്ടക്കിണറ്റ് വീണ. ഇവിടെ മൊത്തം കാട് മൂടി കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് ഇവിടെ വീണ് കിടന്നു. പിറ്റേ ദിവസം അന്ന് തന്നെ ഞങ്ങളെല്ലാം കണ്ടതാ. പിറ്റേ ദിവസം തൊട്ട് പക്ഷേ ദോഷമാണല്ലോ, ജീവനുണ്ട്. അന്ന് തൊട്ട് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നുണ്ട്. എല്ലാ കളക്ടറെ ഉൾപ്പെടെ എല്ലാവരെയും അറിയിച്ചതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അവിടുത്തെ വാർഡ് മെമ്പറും ഫോറസ്റ്റും എല്ലാവരെയും അറിയിച്ചതാണ്. അന്ന് തൊട്ടേ ആരും അതിനൊരു നടപടി എടുത്തിട്ടില്ല. ഇപ്പോൾ എന്തൊക്കെയാണ് പ്രദേശവാസികൾ ചെയ്യുന്നത് ഈ കാട്ടുപന്നിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്? ഞങ്ങൾ ഈ കൊത്തച്ചക്കയൊക്കെ വെട്ടി കണിച്ചിട്ട് കൊടുക്കും. ചീനിയുടെ വേസ്റ്റ്, അത് ഫുഡ് വേസ്റ്റ് എല്ലാം കൊണ്ട് കൊടുക്കും. ചോറ് വെച്ച് കൊടുക്കും. എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കും. വിളിച്ചാൽ വിളിയേക്കും പ്രതികരിക്കുന്നുണ്ട്. നല്ല എനർജിയുണ്ട്. മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനെ ജീവനെ തന്നെ പുറത്തിറക്കി വിടണമെന്നാണ് ഞങ്ങളുടെ ഒരു താല്പര്യം. ഇത് പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഫോറസ്റ്റിലോ അറിയിച്ചപ്പോൾ ഇതിനെ കൊന്നെടുക്കുന്ന കാര്യമാണോ പറഞ്ഞത്? പഞ്ചായത്തിൽ അറിയിച്ചപ്പോൾ ഇതിനെ സ്വാഭാവികമായിട്ടും കളക്ടറും പറഞ്ഞ് കൊന്ന് വെളിയിൽ കളയാനേ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കൊല്ലാൻ ഷൂട്ടർമാരില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ കൊല്ലുന്നതിനോട് യോജിപ്പുണ്ടോ? ഇത്രയും നാൾ ഭക്ഷണമൊക്കെ കൊടുത്തവർ? ഇല്ല, തീർച്ചയായിട്ടും കൊല്ലുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് കിണറ്റ് വീഴുമ്പോൾ ഉള്ളതിനേക്കാൾ ഇതിൻ്റെ വയറിന് കുറച്ചുകൂടെ വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ടുണ്ട്, ഇതിന് കുഞ്ഞുങ്ങൾ ഉള്ളിലുണ്ടോ എന്നൊരു സംശയം കൂടി ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ കൊല്ലാതെ തന്നെ പുറത്തെടുത്ത് കളയണമെന്നാണ് ഞങ്ങളുടെ ഒരു താല്പര്യം. ചുറ്റിനും ഭയങ്കര കാട, എടുത്തു വിട്ടാൽ അങ്ങ് പൊക്കോളും. മറ്റുള്ള ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് നശിപ്പിക്കുന്ന കൃഷികളൊന്നും ഈ പ്രദേശത്തില്ല. കാട്ടുപന്നി ആയാലും എന്ത് ജീവജാലമായാലും 2 മാസമായി ഇത്തരത്തിലൊരു അതിദാരുണമായ അവസ്ഥയിൽ പെട്ടുകിടക്കുന്നത് ഒരിക്കലും മനുഷ്യത്വപരമായിട്ടുള്ളൊരു സമീപനമല്ല. അതിനെ സംരക്ഷിക്കേണ്ട അധികൃതർ, പഞ്ചായത്തായാലും വനം വകുപ്പായാലും എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ച് ഇതിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. നന്ദുഷായസ്, മീഡിയ 1, പത്തനംതിട്ട.